നോവലിൽ പറയുന്ന ഈ സ്ഥലം, വീട് അല്ലെങ്കിൽ കഥാപാത്രം ഇവരെയൊക്കെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. നോവൽ എഴുതുന്നയാൾ തൻ്റെ ഭാവന ചേർത്ത് ഇതിനെ ആകെ മാറ്റിമറിച്ചാണ് എഴുതുന്നത്. കഥകളും മനുഷ്യരിലേക്കും വീണ്ടും സ്വാഗതം. റാണി തിലകമൊത്ത് കുംഭകോണത്ത് നടക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ കണ്ട ഒരു വീടിനെക്കുറിച്ചാണ് ഇക്കുറി പറയാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് തൂക്കംപാളയം എന്ന ഒരു തെരുവിലെത്തി. അപ്പോൾ റാണി തിലക് വളരെയധികം ഉത്സാഹത്തോടെ, വരൂ, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടഞ്ഞുകിടക്കുന്ന നിരവധി വീടുകളുള്ള, വലിയ തിരക്കുകളോ ആൾത്തിരക്കോ വാഹന തിരക്കുകളോ ഒന്നുമില്ലാത്ത, ഏതാണ്ട് ഒഴിവാക്കപ്പെട്ട പോലെയുള്ള ഒരു തെരുവിൽ എത്തി. അത് തൂക്കംപാളയം തെരുവിൻ്റെ ഒരു അധികം ആളുകളില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. തൂക്കംപാളയം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ തമിഴിൽ പാത്രക്കടകളുള്ള തെരുവ് എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. അപ്പോൾ അവിടെ നടന്ന് അടഞ്ഞു കിടക്കുന്ന ഒരു വീടിന് മുന്നിലെത്തിയപ്പോൾ റാണി തിലക് എന്നോട് പറഞ്ഞു, ഇതാണ് യമുനയുടെ വീട് എന്ന്. അപ്പോഴാണ് ഒരു കാലത്ത് തമിഴ് സാഹിത്യത്തിലും അതിൻ്റെ മലയാള വിവർത്തനത്തിലൂടെയും ഞങ്ങളുടെ തലമുറയുടെ കൗമാര യൗവനകാലത്ത് ഞങ്ങളെല്ലാം വളരെയധികം ആകർഷിച്ചിരുന്ന ടി ജാനകിരാമൻ്റെ മൊഹമുൾ എന്നാണ് തമിഴിൽ, മലയാളത്തിൽ മൊഹമുള്ള് എന്നാണ്. ആ നോവലിലെ കഥാപാത്രത്തിൻ്റെ, ആ നോവലിലെ നായികയായ യമുനയുടെ വീടാണ് അത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ നോവൽ ആദ്യം വായിക്കുന്നത്. അന്ന് നമ്മുടെ നാട്ടിലെ ലൈബ്രറികളിൽ, വായനശാലകളിൽ ലഭ്യമായിരുന്ന ഒരു വിവർത്തന നോവലായിരുന്നു മോഹമുള്ള്. അത് പിൽക്കാലത്ത് സിനിമയായി, ആ സിനിമയും കേരളത്തിലൊക്കെ വരികയുണ്ടായിട്ടുണ്ട്. CA ബാലൻ എന്ന് പറയുന്ന വിവർത്തകനാണ് തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് ഈ മോഹമുള്ള് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ, CA ബാലനെ ഇന്ന് പലരും നമ്മുടെ വിവർത്തന ചരിത്രത്തിലേക്ക് നോക്കി ഓർക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. പക്ഷേ അദ്ദേഹം ഒരു കാലത്ത് വളരെ മികച്ച രചനകൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിവർത്തകനാണ്. അങ്ങനെ ഈ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ ആ വീടിനെക്കുറിച്ച് നോവലിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ആ വീട് തന്നെ, ഈ നോവൽ എഴുതുന്നത് 1964 60കളിൽ ആ തെരുവിലുണ്ടായിരുന്ന ഒരു വീട്. ആ വീട്ടിലായിരുന്നു യമുന ജീവിച്ചിരുന്നതെന്ന് ജാനകിരാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ പിൽക്കാലത്ത് പല മാറ്റങ്ങളും ആ വീടിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നോവലിൽ പറയുന്ന തരത്തിലുള്ള ഒരു ഘടനയിലല്ല ആ വീട് ഇന്ന് നിലനിൽക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗവും ഒരു നില മുകളിലുള്ള ഒരു വീടാണത്. താഴെയും ഈ രണ്ട് ഭാഗങ്ങളും ഗ്രിൽ ഗേറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറാനോ ആ നോവലിൽ പറയുന്ന പോലെ തന്നെയാണോ ഈ സ്ഥലം എന്നറിയാനോ കഴിയുകയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം, അതായത് നമ്മൾ സ്വാഭാവികമായും നോവലുകളിലെല്ലാമുള്ള ചില സ്ഥലങ്ങൾ, കഥാപാത്രങ്ങൾ, ഇവരെല്ലാം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കേൾക്കാറുണ്ട്, കാണാറുണ്ട്, വായിക്കാറുണ്ട്. ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ യഥാർത്ഥ ഭൂമിക തസ്രാക്കായിരുന്നു എന്ന് പറയുന്നത് പോലെ, വാസ്തവത്തിൽ ഈ നോവലിൽ പറയുന്ന ഈ സ്ഥലം, വീട് അല്ലെങ്കിൽ കഥാപാത്രം ഇവരെയൊക്കെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. അതിൻ്റെ കാരണം നോവലിൽ ഉള്ളതുപോലെ ആയിരിക്കില്ല നാം കാണുന്ന ആ സ്ഥലമോ ഒരു വീടോ ഒരു വ്യക്തിയോ, അതിൽ കഥാപാത്രമാണ് എന്ന് പറയുന്ന വ്യക്തിയോ ഒന്നും. കാരണം നോവൽ എഴുതുന്നയാൾ തൻ്റെ ഭാവന ചേർത്ത് ഇതിനെ ആകെ മാറ്റിമറിച്ചാണ് എഴുതുന്നത്. ഒരു വീടിനെക്കുറിച്ച് ഒരു നോവലിസ്റ്റ് എഴുതുന്നത് ഒരിക്കലും ആ വീടിൻ്റെ യഥാതഥമായ റിയലിസ്റ്റിക്കായ ഒരു ചിത്രീകരണമായിരിക്കില്ല. അയാളുടെ കഥാപാത്രത്തിനോ കഥാപാത്രങ്ങൾക്കോ നടന്നു പോകാനുള്ള, അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന അവരുടെ ചിരികളും കളികളും ദുഃഖങ്ങളെയൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമായാണ് ഒരു നോവലിസ്റ്റ് എപ്പോഴും തൻ്റെ നോവലിൽ ഒരു വീടിനെ തന്നെ എഴുതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട്
ഇതായിരുന്നു യമുന താമസിച്ചിരുന്ന വീട് എന്ന് ജാനകിറാമനും പറഞ്ഞിട്ടുണ്ട്. ധാരാളം പഴയ തമിഴ് മാധ്യമങ്ങളിലെല്ലാം, പത്രങ്ങളിലും വാരികകളിലുമെല്ലാം ഈ വീടിനെക്കുറിച്ച് ധാരാളം ലേഖനങ്ങളും ഫീച്ചറുകളും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലം കാണുമ്പോൾ പലതരം ഓർമ്മകളിലേക്ക് പോകുന്നു എന്നതാണ് വസ്തുത. ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ ആ യാത്രയിൽ ഒരു കാലത്ത് ഞാൻ വലിയ തോതിൽ ആഹ്ലാദപൂർവ്വം വായിച്ച, സന്തോഷപൂർവ്വം വായിച്ച, വിസ്മരിക്കാൻ കഴിയാത്ത പല സന്ദർഭങ്ങളുമുള്ള ആ നോവലിലേക്ക് വീണ്ടും വരുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതല്ലാതെ ഈ യമുനയുടെ വീട് പല ആളുകളും പിൽക്കാലത്ത് പറഞ്ഞതായിട്ട് നമുക്ക് പല ഫീച്ചറുകളിലും കാണാം. ഇത് നോവലിൽ പറയുന്ന യമുനയുടെ വീട് ഇതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം അവരുടെ ഉള്ളിൽ വളരുന്ന ഒരു വീടല്ല നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. ആ വളരുന്ന വീട് നോവലിൽ വളരുന്നതാണ്. യഥാർത്ഥ ജീവിതത്തിൽ തുക്കമ്പാളയം തെരുവിൽ ഒരു വീട് വളരുന്നില്ല. ഈ ഒരു യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കൗമാരത്തിൻ്റെ അവസാന കാലത്തും യൗവനത്തിൻ്റെ തുടക്കത്തിലും ഈ നോവലിൻ്റെ മലയാള പരിഭാഷ വായിച്ചതിനെക്കുറിച്ചുള്ള പല ഓർമ്മകളും എന്നിലേക്ക് വരികയുണ്ടായി. ഞാനത് റാണി തിലകിനോട് പറയുകയും ചെയ്തു. അപ്പോൾ റാണി തിലക് എന്നോട് പറഞ്ഞത്, ഇത്തരം ഒരു സ്ഥലം നമ്മൾ സന്ദർശിക്കുമ്പോൾ അത് റിയലിസ്റ്റിക് ആണോ, യഥാർത്ഥമാണോ അല്ലയോ എന്നതല്ല യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടത്. അത് നമ്മളുടെ ഓർമ്മ, ഒരു കാലത്ത് നമ്മൾ 20-30 വർഷം മുമ്പ് വായിച്ച ഒരു രചനയെക്കുറിച്ച് ഇന്ന് നമ്മൾക്ക് എങ്ങനെയെല്ലാം ഓർക്കാൻ കഴിയുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉരകല്ലായി മാത്രം യമുനയുടെ വീടിനെ കണ്ടാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സന്ദർഭത്തിൽ എനിക്ക് ആ നോവലിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നോവലിലെ ചില ഭാഗങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വളരെ ഇന്നും മറക്കാതെ, അണയാതെ മനസ്സിൽ കിടക്കുന്ന ചില രംഗങ്ങൾ എന്നിലേക്ക് വരികയുണ്ടായി. പക്ഷേ അത് കൃത്യമായും എങ്ങനെയാണ് നോവലിൽ എന്നറിയാനായി യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ഞാൻ എൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ, എൻ്റെ പഴയ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് മോഹമുള്ളിൻ്റെ മലയാള പരിഭാഷ, C.A. ബാലൻ ചെയ്ത മലയാള പരിഭാഷ കണ്ടെത്തി. ആ പരിഭാഷയിൽ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു രംഗം, അല്ലെങ്കിൽ ആ വീടിനെക്കുറിച്ച് പറയുന്ന ബാബു എന്ന് പറയുന്ന ആളാണ് ഇതിലെ നായകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. യമുനയും ബാബുവും തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്. യമുനക്കാണ് പ്രായം കൂടുതൽ. യമുനയുമായി അടുക്കാൻ ആഗ്രഹിക്കുന്ന ബാബുവും, എന്നാൽ ബാബുവിനോട് പലപ്പോഴും ഒരു അമ്മ പെരുമാറുന്നത് പോലെ പെരുമാറുകയും ചെയ്യുന്ന യമുനയെയുമാണ് നമുക്ക് ഈ നോവലിൽ കാണുക. അവർ വളരെ അടുക്കുന്നുണ്ട്, പക്ഷേ അത്ര തന്നെ അകന്നു പോകുന്ന പല ഘടകങ്ങളെയും യമുന തന്നെ സൃഷ്ടിക്കുകയാണ്. ബാബുവിന് മറ്റൊരു ജീവിതം വേണം എന്ന് പറയുന്നത് ഇത് സൃഷ്ടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ജാനകിരാമൻ ജീവിതത്തിൻ്റെ അപൂർണതകളെക്കുറിച്ച് പറയുന്ന ഒരു നോവലാണിത്. നാം പൂർണ്ണം എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിലെത്തി നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോയി അപൂർണതയിലേക്ക് തിരിച്ചു പോകുന്ന നിരവധി സന്ദർഭങ്ങൾ, 100 കണക്കിന് സന്ദർഭങ്ങളുള്ള ഒരു നോവലാണിത്. അപ്പോൾ ഈ നോവലിൽ പെട്ടെന്ന് ഈ നോവലിനെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ആ ഖണ്ഡം ഞാൻ വീട്ടിൽ വന്ന് ആ നോവൽ പുസ്തകം കണ്ടെത്തി വായിച്ചു. അത് യമുനയെ മറ്റൊരാൾ വിവാഹം ചെയ്യാനായി കാണാൻ വരുന്ന സന്ദർഭത്തെക്കുറിച്ച് യമുനയുടെ വീടിനെ ബാബു കാണുന്നതാണ്. അതിങ്ങനെയാണ്: ആനയടിയിലൂടെ തിരിഞ്ഞ് തുക്കാമ്പാളയ തെരുവിൽ ചെന്നപ്പോൾ യമുനയുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന മങ്ങിയ വെളിച്ചം കാണാറായി. ചാണകമിട്ട് മെഴുകിയ ആ മുറ്റത്ത് മാവ് കൊണ്ട് ശൃംഗാരരഥം എന്ന പോലെ കോലം വരച്ചു വച്ചിരിക്കുന്നു. വരനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം ഇങ്ങനെ കോലം വരച്ചു വച്ചിരിക്കുന്നതെന്ന് ബാബു കരുതി. ഉമ്മറവാതിലിന് ഇരുവശത്തുള്ള വിളക്കുമാടങ്ങളിൽ ഓട്ടുവിളക്കുകളുടെ തീനാളങ്ങൾ അനങ്ങാതെ നിൽക്കുന്നു. ഈ വീടിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് നിരവധി ഓട്ടുവിളക്കുകൾ തിളങ്ങി നിൽക്കുന്ന ഒരു വീട് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ നോവൽ വായിച്ചു കൊണ്ട് പോകുമ്പോൾ ഈ വിളക്കുകൾ അണഞ്ഞു പോവുകയും ആ വീട് പതിയെ ഇരുട്ടിലേക്ക് പിൻവാങ്ങുകയും യമുനയുടെ ജീവിതവും അതുപോലെ
യമുനയുടെയും ബാബുവിൻ്റെയും ജീവിതവും ഇരുട്ടിലേക്കെന്നോ നമുക്ക് വ്യക്തമാകാത്ത മറ്റൊരു ആനുഭവിക ലോകത്തിലേക്കോ കടന്നു പോകുന്നതും നമ്മൾ കാണുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു കഥാപാത്രം ജീവിച്ച ഒരു വീട് കാണുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് നേരത്തെ പറഞ്ഞതുപോലെ യഥാതഥമായി ആ വീട് വീണ്ടും കാണുക എന്നതല്ല, അതിനു പകരം ആ നോവൽ വായിച്ച കാലത്തെ നമ്മളെ തന്നെ തിരിച്ചു കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ എന്ന ഒരു പരീക്ഷണം കൂടിയാണ്. ആ നോവൽ വായിച്ച കാലത്തെ പ്രായത്തിലോ അനുഭവത്തിലോ ദർശനങ്ങളിലോ ഒന്നുമല്ലാത്ത ഒരു കാലത്ത് ഇങ്ങനെ ഒരു കഥാപാത്രം മോഹമുള്ളിലെ യമുന ജീവിച്ച് വീട് കാണുമ്പോൾ ആ നോവൽ വായിച്ച് ആഹ്ലാദിച്ചിരുന്ന, അല്ലെങ്കിൽ ആ നോവൽ വായിച്ച് വലിയ ഒരു മനുഷ്യൻ്റെ ദുഃഖങ്ങളിലേക്കും സ്നേഹത്തിലേക്കും എല്ലാം ഒരേപോലെ സഞ്ചരിക്കാനുള്ളൊരു വലിയ കവാടമായി നിന്നിരുന്ന ആ നോവൽ വായിച്ച കാലത്തെ ആ പ്രായത്തിലുള്ള ആ വായനക്കാരനെ തിരിച്ച് കണ്ടെത്താൻ എനിക്ക് അല്പസമയത്തേക്കെങ്കിലും കഴിഞ്ഞു.